السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. صدق الله. ആദരണീയരായ വിശ്വാസിനികൾ, മജ്‌ലിസുൽ ഖുർആൻ വിശുദ്ധ റമളാനിന്റെ എല്ലാ ഞായറാഴ്ചകളിലും നടത്തി വരാറുള്ള മതപഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഒരുപാട് വർഷങ്ങളായിട്ട് പുനർ വ്യാപാര ഭവനിൽ ഇവിടെ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 7 മണി മുതൽ 8:30 വരെയുള്ള സമയം നമ്മൾ നടത്തി വരാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അതുണ്ടാവും. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ്, വിശുദ്ധ റമളാനിൽ നിന്നുള്ള അതിപ്രധാനമായ ഒരു ഭാഗത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നത്. റമളാനിന്റെ സമയത്തിന് വേഗം വളരെ കൂടുതലാണോ എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. അത്രമേൽ ദ്രുതഗതിയിലാണ് റമളാനിന്റെ രാപ്പകലുകൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഭാഗം, 2/3 ഭാഗം കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ആ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. എത്രത്തോളം പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുമോ അത്രത്തോളം നേടാൻ പരിശ്രമിക്കുക എന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടുത്തെ ഭാര്യ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവസാനത്തെ 10 വന്നാൽ റസൂലുള്ളാഹ് മറ്റു ദിവസങ്ങളെക്കാൾ അല്ലെങ്കിൽ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ പരിശ്രമിക്കുമായിരുന്നു എന്ന്. ഏതായിരുന്നാലും ഈ അവസാന ഭാഗം വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അത്തരം മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇതിനുശേഷം 2 ക്ലാസുകൾ കൂടിയുണ്ട്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഷാക്കിർ കാന്തപുരത്തിന്റെയും അതുപോലെ തന്നെ പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ അൻഫസ് നന്മണ്ടയുടെയും നേരത്തെ ഏറ്റിരുന്ന ആളുകൾക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്, എന്തോ പ്രയാസങ്ങൾ കൊണ്ട് വരാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അത് പൂർണ്ണമായിട്ടും കേൾക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് എന്നോട് പറയാൻ ആവശ്യപ്പെട്ടത് സക്കാത്ത് എന്ന വിഷയമാണ്. അത് കേൾക്കുമ്പോഴേ നമുക്കൊക്കെ പേടിയാണ്. കാരണം അത് കൊടുക്കാനുള്ളതായതുകൊണ്ടാണ്. വാങ്ങാനുള്ളതായിരുന്നെങ്കിൽ നമുക്കൊക്കെ സന്തോഷമാകുമായിരുന്നു. ഒരു മുസ്ലിം ആകുന്നത്, ഒരാള് മുസ്ലിം ആകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇതെല്ലാം ഒത്തുവരുമ്പോഴേ ഒരാള് മുസ്ലിമാണ് എന്ന് പടച്ചോന്റെ അടുത്ത് രേഖ ഉണ്ടാവുള്ളൂ. അതിൽ ചിലത് വിട്ടുപോയാൽ അവിടെ ചെല്ലുമ്പോ രേഖയിൽ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമസ്കാരം ഉപേക്ഷിക്കുക, ബാക്കിയുള്ളതൊക്കെ ചെയ്യാം, അപ്പോൾ ഒരാൾ പരിപൂർണ മുസ്ലിം ആവൂല. എന്നതുപോലെ തന്നെ സക്കാത്ത് ഒഴിവാക്കുക, ബാക്കിയുള്ളതൊക്കെ ചെയ്യുക, അപ്പോഴും ഒരാള് പരിപൂർണ മുസ്ലിം ആവൂല. ഈ എല്ലാം കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. ഇപ്പൊ പറയാറുണ്ട്, നോമ്പിന് പകരം സുന്നത്ത് നോമ്പ് ആരും വെക്കാറില്ല. ഏതായാലും റമദാൻ മാസം ഭയങ്കര ചൂടാണ്, നോമ്പ് കേൾക്കണ്ട, കഴിഞ്ഞിട്ട് നമുക്ക് സുന്നത്ത് നോമ്പ് കൊണ്ട് പരിഹരിക്കാം എന്നാരും വിചാരിക്കാറില്ല. ഫർള് നമസ്കാരങ്ങൾക്ക് പകരം സുന്നത്ത് നമസ്കാരം കൊണ്ട് പരിഹരിക്കാമെന്നും ആരും കണക്കാക്കാറില്ല. അങ്ങനെ ഹജ്ജിന് പകരം ഉംറ ചെയ്യാം എന്ന് ആരും കരുതാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് സകാത്തിന് പകരം സദഖ മതി എന്ന് പലപ്പോഴും തീരുമാനിക്കുന്നത്? അങ്ങനെ ഉണ്ടാവുന്നു സമൂഹത്തിൽ. ഈ ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കൊടുക്കുക എന്നത്. കൊടുക്കുക. ഒമൻ യുഖശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഖുർആൻ പറഞ്ഞതാ. കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം എന്നതാണ്. എന്താ കൊടുക്കേണ്ടത്? എന്താണോ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് അതിൽ നിന്ന് നല്ലതെല്ലാം കൊടുക്കാം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ മറ്റുള്ളവർക്കും അവകാശമുണ്ടെന്നോ സംശയം ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇത്, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ഉദ്യോഗം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ ഈ സമ്പത്തൊക്കെ, അല്ലെങ്കിൽ എന്റെ കഴിവ് കൊണ്ട് എന്റെ സാമർഥ്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ, എന്റെ ബിസിനസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതെല്ലാം, അതിൽ മറ്റുള്ളവർക്കും അവകാശമുണ്ടെന്നോ? അങ്ങനെയാണോ ഇസ്ലാം പറയുന്നത്? നമുക്ക് തോന്നാറുണ്ട്. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ പല കോലത്തിലാ അള്ളാഹ് സൃഷ്ടിച്ചത്. അതിൽ സൗന്ദര്യമുള്ളവരുണ്ട്, സൗന്ദര്യമില്ലാത്തവരുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്, ആരോഗ്യമില്ലാത്ത ആളുകളുണ്ട്, സമ്പത്തുള്ളവരുണ്ട്, സമ്പത്തില്ലാത്തവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറിയിൽ, വ്യത്യസ്തമായ രൂപങ്ങളിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഉള്ളവൻ ഇല്ലാത്തവനെ പരിഗണിക്കുക എന്നതിനാണ്. അങ്ങനെയാണ്. എല്ലാവർക്കും കഴിവുണ്ടാവില്ല. ഞാൻ കഷ്ടപ്പെട്ട് നേടി, അവൻ എന്തുകൊണ്ട് ഗൾഫിൽ പോയില്ല, അവൻ എന്തുകൊണ്ട് പഠിച്ചില്ല, അവൻ എന്തുകൊണ്ട് ഉദ്യോഗം നേടിയില്ല എന്നൊക്കെ ചോദിക്കാം മനുഷ്യന്. പക്ഷെ ഒരു മുസ്ലിമിന് അത് ചോദിച്ചൂടാണ്. കാരണം അള്ളാഹ് പറയുന്നത് അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാ വ യഖ്ദിർ. അത് അള്ളാന്റെ പരിപാടിയാണ്. ഒരാൾ ഇല്ലാത്തവനായി പോയത് അയാളുടെ കഴിവുകേട് കൊണ്ടല്ല. അങ്ങനെ ഉണ്ടല്ലോ, നാട്ടിൽ ഒരുപാട് ആളുകൾ ഇല്ലായ്മയിലാണ്. അങ്ങനെ ഇല്ലായ്മ സംഭവിച്ചത് അയാളുടെ കഴിവുകേട് കൊണ്ടല്ല, അള്ളാഹ് പറയാണ്. എന്നാൽ ഒരാൾ സമ്പന്നനായത് അയാളുടെ കഴിവ് കൊണ്ടുമല്ലാണ്. പിന്നെയോ അള്ളാഹ് പറയാണ് അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാ. ചില ആളുകൾക്ക് അള്ളാഹ് കുറേ കൊടുക്കും, ചില ആളുകൾക്ക് അള്ളാഹ് കണക്കാക്കി കൊടുക്കും, പിടിച്ചു വെക്കും. അത് അള്ളാന്റെ പണിയാണ് എന്ന് ഞാൻ ഉൾക്കൊള്ളണം. പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ. റമദാൻ മാസത്തെ പറ്റി പറയുന്നത് ഷഹ്റുൽ മുവാസാത്ത് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഷഹ്റു റമദാൻ, ഷഹ്റുൽ മുവാസാത്ത്, പരസ്പര സഹായത്തിന്റെ മാസമാണ്. ക്ഷമയുടെ മാസമാണ്, പരസ്പര സഹായത്തിന്റെയും മാസമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ സമ്പത്തിൽ ഇവിടുത്തെ പാവപ്പെട്ടവന് അവകാശമുണ്ട്. അവകാശമുണ്ടോ? അവകാശമുണ്ടോ? ഉണ്ട് എന്ന് ആര് വിശ്വസിക്കണം? ഞാൻ വിശ്വസിക്കണം. അപ്പോഴേ എനിക്ക് സ്വർഗം കിട്ടൂന്ന ഇതാരെങ്കിലും പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാ അല്ലേ? അതെങ്ങനെ മൗലവി ശരിയാവുക? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ മറ്റുള്ളവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാല് ഓനുണ്ടാക്കിക്കൂടാനാന്ന് ചോദിക്കും. പക്ഷെ സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ ഇങ്ങനെ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയാണ് വഫി അംവാലിഹിം ഹഖ്
ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. നമ്മളൊക്കെ മനസ്സിൽ അടിവരയിട്ടുണ്ടാവേണ്ട ഒരു വചന. നമുക്കൊക്കെ കുറെ സമ്പത്ത് അനുഗ്രഹം അള്ളാഹ് തന്നിട്ടുണ്ട്, ധാരാളം അനുഗ്രഹം, ഇല്ലാന്ന് നിഷേധിക്കാൻ കഴിയില്ല. കഴിയോ? അല്ലേ? ചോർന്നൊലിക്കുന്ന ഓലപ്പുരയിൽ നമ്മൾ താമസിച്ചിരുന്നു ഒരു കാലത്ത്. ഇന്ന് ഓലപ്പുരയിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അനുഗ്രഹല്ലേ? അപ്പൊ പ്രായമായ ആളുകൾക്കൊക്കെ അറിയും അല്ലേ ഓലപ്പുരയിൽ താമസിച്ചത് അല്ലേ? ഒരു ഈത്തപ്പഴച്ചുളം 4 ചീന്താക്കിയിട്ട് 4 പേർ നോമ്പ് തുറന്ന കാലല്ലായിരുന്നോ? ഇല്ലായിരുന്നോ? ഇന്നോ? ഇന്ന് ഈത്തപ്പഴം ആർക്കും വേണ്ട. കാരണം ഇത് പള്ളിയിലൊട്ടിയാൽ മറ്റൊന്നും തിന്നാൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് ഈത്തപ്പഴം അവസാനത്തേക്ക് മാറ്റിയേക്കല പലരും. ഇന്ന് 4 ഈത്തപ്പഴം ഓരോരുത്തർക്ക് കിട്ടും അല്ലേ? അള്ളാഹു നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് ധാരാളം, നിഷേധിക്കാൻ കഴിയില്ല. നടന്ന് സഞ്ചരിച്ചിരുന്ന നമ്മളൊക്കെ ഇന്ന് 2 വീലറിലാണ് സഞ്ചരിക്കുന്നത്. അവിടെ നിന്ന് 4 വീലറിലേക്കും എത്തി നിൽക്കുന്നു. അങ്ങനെ ഓരോന്നും ഓരോ രംഗവും നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കണ്ടേ എന്നതാണ് ചോദ്യം. നന്ദി കാണിക്കുന്നുണ്ടോ? അത് നമ്മളോട് ചോദിക്കണം. ഓരോരുത്തരും ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കണം, പടച്ചവൻ എനിക്കു തന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ? അങ്ങനെ നന്ദി കാണിക്കുകയാണെങ്കിൽ അങ്ങനെ ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ റബ്ബിന്റെ പ്രഖ്യാപനമാണ്, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. അതല്ല പറഞ്ഞതാ. അപ്പൊ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ബേജാറാണ്. ബേജാറാവേണ്ടതില്ല. കൊടുക്കുന്നത് എന്റെ ഔദാര്യമേ അല്ല, അങ്ങനെ കരുതുമ്പോഴാ മനസ്സിന് പ്രയാസം. എന്റെ ഔദാര്യമേ അല്ല കൊടുക്കുന്നത്, പിന്നെയോ അവന്റെ അവകാശമാണ് എന്ന് ഞാൻ വിചാരിക്കണം കൊടുക്കുമ്പോ. ഖുർആൻ അതാ പറഞ്ഞത്, ഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട വചന. അതായത് സ്വർഗാവകാശികളുടെ ഗുണങ്ങളിൽ ഒന്നാണ് എന്റെ സമ്പത്തിൽ ഇവിടെ ചോദിച്ചു വരുന്നവന്, യാചകനും ജീവിതോപാധികൾ തടയപ്പെട്ടവനും അവകാശമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കണം, എന്നാലും എനിക്ക് സ്വർഗം കിട്ടുമെന്ന്. ഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. മഹ്റൂം, ഒരുപാട് മഹ്റൂമുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. രോഗം കൊണ്ട് കിടപ്പിലായിട്ട് ഇങ്ങനെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം തളച്ചിടപ്പെട്ട ഒരുപാട് ജന്മങ്ങളുണ്ട്. അത് അവരാഗ്രഹിച്ചിട്ട് സംഭവിച്ചതല്ല, പിന്നെയോ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി തീരുമാനം കൊണ്ടുണ്ടായതാ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ ചുറ്റുഭാഗത്ത്. അധ്വാനിക്കാൻ കഴിയാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, പ്രായാധിക്യം കൊണ്ട് തൊഴിലിന് പോകാൻ കഴിയാത്തവർ, അങ്ങനെ വിധവകളായവർ, അങ്ങനെ മാരകമായ രോഗങ്ങൾ വന്നവർ. ഇതൊക്കെ എപ്പോഴും സംഭവിക്കാം മനുഷ്യന്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ അവിടുത്തെ സക്കാത്ത് സെല്ലിൽ ഞാൻ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ, അവിടുത്തെ തൊഴിലാളിയായിട്ട്. അപ്പൊ അവിടെ വരുന്ന അപേക്ഷകളൊക്കെ നമ്മൾ വായിച്ച് തരംതിരിച്ചു വെക്കണം. അതെന്റെ ഡ്യൂട്ടി ആയിരുന്നു. ഏത് കാറ്റഗറിയിലേക്കായി അപേക്ഷ വന്നതെന്ന്. അതിലൊരു വലിയ അപേക്ഷ കണ്ടു, ഞാൻ വായിച്ചു. അദ്ദേഹത്തിന്റെ ആ അവസ്ഥകൾ ഇങ്ങനെ ചുരുക്കിയിട്ടാണെങ്കിലും പൂർണ്ണമായിട്ടും അതിലുണ്ട്. അദ്ദേഹം വിദേശത്തായിരുന്നു. വിദേശത്ത് തൊഴിൽ നിർത്തി നാട്ടിൽ വന്നു, നല്ല ഒരു കച്ചവടം തുടങ്ങി. അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു പോകുന്നതിനിടക്കാണ് അദ്ദേഹത്തിന്റെ വൈഫിന് ബ്രസ്റ്റ് ക്യാൻസർ വന്നത്. എന്നിട്ട് ഇന്ന് അദ്ദേഹത്തിന് കിടന്നുറങ്ങാനുള്ള കിടപ്പാടം പോലും പണയത്തിലാണ്. അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ ഒരു ലെറ്റർ, ഒരു അപേക്ഷ ഞാനത് വായിച്ചപ്പോ എനിക്ക് സങ്കടം വന്നുപോയി. അതാണ് മനുഷ്യന്റെ അവസ്ഥ. അത്രേ ഉള്ളൂ. ഈ നടത്തോ ഈ ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്നതിന്റെ എന്തോ ഒരു പ്രതിഫലമായിട്ട് അള്ള തരുന്നതാ. ഇത് എപ്പോഴാ വീണു പോവാന്ന് പറയാൻ പറ്റില്ല. നടക്കുന്നവൻ എപ്പോഴാ കിടന്നു പോവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കിടക്കുന്നവരെ നമ്മൾ പരിഗണിക്കണം, പരിഗണിച്ചേ പറ്റൂ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം എന്ന് പറഞ്ഞത്. അപ്പൊ കൊടുക്കുക എന്നത് നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ ബാധ്യത
ബാധ്യതയാണ്. ഇവിടെ അവകാശികളുണ്ട് ഒരുപാട് ആളുകൾ. ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്റെ സമ്പത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടി അവകാശമുണ്ട് എന്ന് തിരിച്ചറിയുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ, എന്റെ വാപ്പ ഉണ്ടാക്കിയതാണ്, എനിക്ക് അനന്തരായിട്ട് കിട്ടിയതാണ്, ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ, രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, അതിങ്ങനെ അതിന് കൊടുക്കാനുള്ളതല്ല ഇതിന് കൊടുക്കാനുള്ളതല്ല എന്നൊക്കെ ന്യായം പറയുന്നവർ ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. അതിനൊരു കഥ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, ഹാറൂനിന്റെ കഥ. നമുക്കൊക്കെ തോന്നല്ലേ അങ്ങനെ ഇതെന്റെ സമ്പത്താണെന്ന്? എന്റേത് എന്ന് പറയാൻ ആർക്കും അധികമൊന്നുമില്ല. എത്ര വലിയ സമ്പന്നനായാലും ഒരാളുടെ പേരിൽ ഉടമസ്ഥാവകാശത്തിൽ ഒരാളുടെ പ്രോപ്പർട്ടി എന്ന് പറയാൻ ഏതാണ്ട് ഒരു 30 കൊല്ലൊക്കെ നിൽക്കുന്ന, 30 വർഷം അത്രയൊക്കെ ഉണ്ടാവുന്ന, വളരെ ചുരുക്കം ആളുകൾക്ക് കൂടുതൽ സമയം കിട്ടുന്ന എന്ന് പറഞ്ഞാൽ 30 വർഷത്തിന് മുമ്പ് നിങ്ങളുടേതാകുന്നതിന് മുമ്പ് അതിന്റെ ആധാരം മറ്റൊരാളുടെ പേരിലായിരുന്നു. ഇനി നിങ്ങളുടെ പേരിലായി. എത്ര കാലങ്ങൾ അത് അനുഭവിക്കും? 30-40 വർഷം മാക്സിമം പോയാൽ. അത് കഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ പേരിലുള്ളതാണ്, അല്ലെങ്കിൽ മക്കളുടെ പേരിലാണത്. അത്രയേ ഉള്ളൂ. അതിനാണ് ഇത് എന്റേതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവകാശവാദം പറയുന്നത്. ഹാറൂനിനോട് ഖുർആൻ പറയാണ്, ഹാറൂനിനോട് വിവരമുള്ള ആളുകൾ പറഞ്ഞു, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. ഹാറൂനെ നല്ല സമ്പന്നനായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ അതിന്റെ ചാവികൾ വഹിക്കാൻ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയാ. അത്രയും വലിയ സമ്പന്നൻ. അപ്പൊ ഹാറൂനിനോട് വിവരമുള്ള ആളുകൾ പറഞ്ഞു, ഹാറൂനെ അള്ളാഹ് നിനക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ, അപ്പൊ നീ അതുപോലെ മറ്റുള്ളവർക്കും ചെയ്യണം. അപ്പൊ ഹാറൂൻ പറഞ്ഞ മറുപടി ഉണ്ട്, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. അള്ളാഹ് തന്നതോ ഇതെന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ. അത് ഹാറൂനിന്റെ മറുപടിയാ. നമുക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ലേശം ഹാറൂനിന്റെ സ്വഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഏത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഈ സമ്പത്ത് ഇതെനിക്ക് വെറുതെ കിട്ടിയതല്ല, പിന്നെയോ എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ അധ്വാനം കൊണ്ട്, എന്റെ ഇൽമു കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന തോന്നൽ അതാദ്യം ഒഴിവാക്കണം എന്നതാ. അതുകൊണ്ട് ചെലവഴിക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു ഭാഗ. അതാ അള്ളാഹ് പറഞ്ഞു, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും. എന്താ പറഞ്ഞേ? നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് നിന്നല്ല, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. പടച്ചോൻ തന്നതാ ഇതൊക്കെ എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. അങ്ങനെ ചെലവഴിച്ചാൽ വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും, നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ ചെലവഴിക്കുന്നത്. ഖുർആൻ പറയാം, നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോന്നും നിങ്ങൾക്ക് വേണ്ടിയാണ്. എങ്ങനെ ചെലവഴിക്കണം? വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, കുടുങ്ങിയിട്ടല്ല. ഇവിടുത്തെ സെക്രട്ടറിയും പ്രസിഡന്റും സകാത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കണ്ട. അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? റമദാൻ മാസം എന്റെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും എന്ന് വിചാരിച്ചിട്ടാണോ കൊടുക്കുന്നത്? അതിൽ വലിയ കാര്യമൊന്നുമില്ല, രേഖ ഒന്നും ഉണ്ടാവില്ല പടച്ചോന്റെ അടുത്ത് ചെല്ലുമ്പോ. പിന്നെയോ വജിഹില്ല, അള്ളാഹുവിന്റെ വജിഹ് ആഗ്രഹിച്ചുകൊണ്ടാണോ കൊടുക്കുന്നത്? എന്നാൽ അതിന് പ്രതിഫലമുണ്ടാകും എന്നതാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അള്ളാഹ് പറയാണ്, യുവഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ, അള്ളാഹ് പകരം തരും. ഇത് അള്ളാന്റെ വാഗ്ദാന, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ ചെലവഴിച്ചോളൂ, ഞാൻ പകരം തരും. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, കൊടുത്തിട്ട് ആരും തുലഞ്ഞു പോയിട്ടില്ല എന്ന്, ദാനം ചെയ്തിട്ട് ഒരാളും തുലഞ്ഞിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറയാണ്, ഞാൻ പകരം തരും എന്നത് അള്ളാഹുവിന്റെ വാക്കാണ്, വാഗ്ദാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു, സഹാബിമാർ അത് ജീവിതത്തിൽ നടപ്പിലാക്കി. അവർ കൊടുക്കാൻ മത്സരിക്കുകയായിരുന്നു. റസൂലുള്ളാഹിനോട് അവർ പരാതി പറഞ്ഞു, റസൂലെ കൂലിയൊക്കെ സമ്പന്നര് കൊണ്ടുപോകുന്നു റസൂലേ. അപ്പൊ ചോദിച്ചു, അതെന്താ? അത് ഞങ്ങൾ നിസ്കരിക്കും പോലെ അവരും നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കും പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്,
പക്ഷേ ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ സ്വതക്ക ചെയ്യുന്നുണ്ട് റസൂലെ, പക്ഷെ അതിന് ഞങ്ങൾക്ക് മാർഗമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ തസ്ബീഹും തഹ്ലീലും തക്ബീറും ഒക്കെ വർദ്ധിപ്പിക്കൂ, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. കാരണം ആ നിയ്യത്തിനാണ്. കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് സങ്കടം, നമുക്കോ കിട്ടുന്നില്ലല്ലോ എന്നതാണ് സങ്കടം, വാങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നത്. അവിടുന്ന് മാറി ചിന്തിക്കണം, എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അവസരങ്ങളായിട്ടാണ് ഉപയോഗപ്പെടുത്തിയത്. സഹാബിമാർ പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ നിന്ന് വന്ന പരീക്ഷണങ്ങളെല്ലാം അവർക്ക് കൊടുക്കേണ്ട റസൂലുള്ള ചോദിക്കുമ്പോ നമുക്കത് ബാധ്യതയായിട്ടാ തോന്നുക. ഇപ്പൊ ഇവിടെ ഒരാൾ കളക്ഷന് വന്ന് ചോദിച്ചാൽ നമ്മൾ കരുതും റമദാനായ എന്നും കളക്ഷൻ തന്നെ, എന്നും കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം, ഏത് ക്ലാസ് കഴിഞ്ഞാലും. ഇത് ഒരു ബാധ്യതയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈമാന്റെ കുറവുകൊണ്ടാ. പക്ഷെ സഹാബിമാർ പറയാണ്, ഞങ്ങൾ അതൊരു അവസരമായിട്ടാ കണ്ടത്. അങ്ങനെയാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് രാത്രിയിൽ ഒരു മനുഷ്യൻ വരിക. പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക സഹാബികളോടൊപ്പം. ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, റസൂലെ വിശക്കുന്നു എന്ന്. വിശക്കുന്ന റസൂലെ എന്ന് പറഞ്ഞു. റസൂലുള്ള ഭാര്യമാരുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞയച്ചു, വീടുകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ. അവരൊക്കെ കൊടുത്ത മറുപടി, വെള്ളമില്ലാതെ ഇവിടെ വേറൊന്നുമില്ല, ഇവിടെ വെള്ളേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്രവാചകർക്ക് സങ്കടമായി. പ്രവാചകർ ചോദിച്ചു, ആരേറ്റെടുക്കും ഈ അതിഥിയെ? അബൂ തൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം റസൂലേ എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന്. നമുക്ക് ബേജാറാ. പള്ളിയിൽ ഒരു യാത്രക്കാരൻ വന്നാൽ, ഒരു പാവപ്പെട്ടവൻ വന്നാൽ നമുക്ക് പേടിയാണ്, പടച്ചോൻ എന്റെ തലയിലാവോ, ഇയാളെ ഞാൻ കൊണ്ടുപോകേണ്ടി വരുമോ എന്നതാണ് നമ്മളെ ഭയം. ഒരാൾക്ക് ചോറ് കൊടുക്കാൻ വരെ ഇപ്പൊ ആളില്ലാത്ത അവസ്ഥ. പള്ളികളിലൊക്കെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്നാൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും ആരും തയ്യാറാകാത്തൊരു അവസ്ഥയാണ്. പക്ഷേ പ്രവാചകർ ചോദിച്ചപ്പോ അബൂ തൽഹ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം റസൂലെ, റസൂലുള്ളാഹിന്റെ അതിഥിയല്ലേ, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോന്ന് അറിഞ്ഞിട്ടല്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാലോ എന്ന് കരുതിയിട്ടേ കൊണ്ടുപോകുന്നത്. അങ്ങനെ അബൂ തൽഹ അതിഥിയെ കൊണ്ട് വീട്ടിലേക്ക് പോവാം. ഭാര്യ ഇത് കണ്ടപ്പോ ബേജാറാവുക. അവിടെ ചെന്നു, അവിടെ അടുക്കളയിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ ഉള്ളത്? അപ്പൊ ഭാര്യ പറഞ്ഞു, ഇവിടെ കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ളത് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ കുട്ടികളെ ഉറക്കണം, കുട്ടികളെ സൂത്രത്തിൽ ഉറക്കണം, എന്നിട്ട് ഭക്ഷണം പാകം ചെയ്യണം, എന്നിട്ട് അതിഥിയെ സൽക്കരിക്കണം. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ വിളക്ക് നന്നാക്കുന്ന രൂപത്തിൽ അത് കെടുത്തിക്കളയണം. കാരണം അതിഥി അറിയരുത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന്, അതിഥി അറിയരുത്. ഭാര്യ അതുപോലെ ചെയ്തു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആ കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തിയിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് അതിഥിക്ക് കൊടുത്തു. ഭക്ഷണം കഴിക്കാൻ അതിഥി വന്നിരുന്നപ്പോ വിളക്കണച്ചു. അവർ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം മുഴുവനും അതിഥി തന്നെ കഴിച്ചു. അയാൾ കരുതി വീട്ടുകാരനും എന്റെ കൂടെ കഴിക്കുന്നുണ്ട് എന്ന്. അദ്ദേഹത്തിന്റെ വിശപ്പടങ്ങി, അദ്ദേഹം തിരിച്ചുപോയി. ഈ ഭാര്യയും ഭർത്താവും, ചരിത്രം പറയാണ്, സമാധാനപൂർണമായിട്ട് ഉറങ്ങിയെന്ന്. പിറ്റേന്ന് പ്രഭാതത്തിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുമ്പോ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് സുബഹിക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാത്തിരിക്കുക. അബൂ തൽഹയെ കണ്ടതും ചേർത്ത് പിടിച്ച് കണ്ണീര് പൊഴിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വർത്താനുണ്ട്, ചിരിച്ചടോ, ഇന്നലെ നിങ്ങൾ രണ്ടാളുടെയും പ്രവർത്തനം കണ്ട അള്ളാഹ് ചിരിച്ചടോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ കണ്ണീര് ഒഴിച്ചിട്ട് ഇങ്ങനെ പറയാം. അവരെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞതെന്നറിയോ? അവർക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ടും അവർ സ്വന്തത്തെക്കാൾ മറ്റുള്ളവരെ പരിഗണിച്ചു എന്ന ആയത്തിറങ്ങിയത് ഈ അവസരത്തിലാ എന്ന് മുഫസ്സിറുകൾ പറയാം. നമുക്ക് ബേജാറാ കൊടുക്കുന്ന കാര്യം പറയുമ്പോ. പക്ഷേ കൊടുക്കാതിരിക്കാൻ നിർവാഹമല്ല, നമ്മുടെയൊക്കെ ബാധ്യതയായിട്ട് നമ്മൾ അത് മനസ്സിലാക്കണം. ഒരുപാട് അവകാശികളുണ്ട് ഇവിടെ, ഒരുപാട് ആളുകൾ. അല്ലെങ്കിലും നമ്മുടെയൊക്കെ വരുമാനത്തിൽ നമ്മളിങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്യാറുണ്ടല്ലേ. ബജറ്റ് നമ്മളിങ്ങനെ ഒരു മാസത്തെ സാലറി കിട്ടുമ്പോ പലചരക്ക് കടക്കാരന് ഇത്ര, പാലിന് ഇത്ര, പത്രത്തിന് ഇത്ര, അങ്ങനെ ബജറ്റ് നമ്മൾ തിരിക്കുമ്പോ എപ്പോഴെങ്കിലും ഫീ സബീലില്ല എന്നൊരു കോളം നമ്മുടെയൊക്കെ ബജറ്റിൽ വന്നിട്ടുണ്ടോ? ഫീ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ. നമ്മുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത വിഹിതം പടച്ചോന്റെ മാർഗത്തിലേക്കുള്ളതാണ് എന്ന്. ബാക്കി എല്ലാത്തിനും നമ്മൾ വകതിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസം, ഭക്ഷണം, പലചരക്ക് കട, മറ്റേത് മറച്ചതെന്ന് പറഞ്ഞിട്ട് ഓർത്തിരിക്കുമ്പോ
അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറയാൻ എന്തുണ്ട് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ആ കൊടുക്കുന്നതിൽ സക്കാത്തുണ്ട്, സ്വതക്കയുണ്ട്. ഈ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതൊരു ചില്ലറ കാര്യമല്ല എന്നുള്ളത്, നിസ്സാര കാര്യമൊന്നുമല്ല. വിശ്വാസികളായ, ഇസ്ലാമത വിശ്വാസികളായ ആളുകളോട് സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തിട്ടുണ്ട്. ആരോടാ യുദ്ധം ചെയ്യുന്നത്? ചർച്ചയുണ്ടായി. പ്രവാചകരുടെ കാലശേഷം കുറെ ആളുകൾ പറഞ്ഞു ഇനി സക്കാത്ത് കൊടുക്കേണ്ടതില്ല, സക്കാത്ത് റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ പറഞ്ഞേ, ഇനി നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന ചർച്ച വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള പ്രഗത്ഭരായ ആളുകളെ വിളിച്ചുകൂട്ടി, എന്ത് ചെയ്യണം? അങ്ങനെ ചർച്ച വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ല ഉഖാതിലന്ന, ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞത്, വല്ലാഹി ല ഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത് വഇന്ന അസ്സകാത ഹഖുൽ മാൽ. ഒരു പ്രഖ്യാപനമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, സകാത്തിനും നമസ്കാരത്തിനും ഇടയിൽ വിഭജനം സൃഷ്ടിക്കുന്നവനോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നത് വരെയാണ് യുദ്ധം എന്നല്ലേ, പിന്നെ എങ്ങനെ നമ്മൾ യുദ്ധം ചെയ്യും? ആളുകൾ പറയില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം എന്തായിരുന്നു എന്നറിയോ? വല്ലാഹി ലൗ മനഊനി അഖാലൻ കാനു യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതലഹും അലാ മൻഇഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോ റസൂലുള്ളാഹിക്ക് സകാത്തായിട്ട് ഒരു ഒട്ടകത്തെ കൊടുത്തിട്ട് അതിന്റെ കഴുത്തിൽ കയറുണ്ടായിരുന്നെങ്കിൽ ആ കയറ് തടഞ്ഞു വെച്ചാൽ പോലും ഞാൻ അവനോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്നാണ്. എന്നിട്ട് യുദ്ധം നടന്നു. ചരിത്രത്തിൽ സകാത്ത് നിഷേധിച്ച മുസ്ലിം വിശ്വാസികളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പടനയിച്ച് യുദ്ധം ചെയ്തു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അവർ പരാജയം അറിഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് സന്ധിയിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, സന്ധിക്ക് തയ്യാറാണ്, പക്ഷെ ഒരു കാര്യം അംഗീകരിക്കണം. ഇപ്പം നടന്ന ഈ യുദ്ധത്തിൽ ഞങ്ങളുടെ പക്ഷത്തു നിന്ന് സകാത്തിന് വേണ്ടി യുദ്ധം ചെയ്തവരിൽ നിന്ന് മരണപ്പെട്ടവർ ഷഹീദുകളാണെന്നും സകാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്തവരുടെ ഭാഗത്തു നിന്നും മരിച്ചവർ കാഫിറുകളാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സന്ധിക്ക് തയ്യാറാവാം എന്ന് ആര് പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ സന്ധി വന്നു. നിസ്സാര കാര്യമൊന്നുമല്ല സകാത്ത് എന്ന് പറയുന്നത്. അത് സ്വതക്കല്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് വരുന്ന യാചകർക്ക്, പാവപ്പെട്ടവർക്ക് അവരുടെ കൈവെള്ളയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന നാണയത്തുട്ടുകൾ സകാത്തേ അല്ല, അത് സ്വതക്കയാണ്. സ്വതക്ക വേറെയാണ്, സകാത്ത് വേറെയാണ്. രണ്ടും രണ്ടും വേണം, ഒന്നല്ല. അതുകൊണ്ട് അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാ. സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൽ പലർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ് നിസ്കാരം നിലനിർത്തണം, സകാത്തും കൊടുക്കണം. രണ്ടും രണ്ടാ. പണ്ഡിതന്മാർ അതിനെ, മുഫസ്സിറുകളൊക്കെ അതിനെ വിശദീകരിച്ചത് രണ്ടും രണ്ടാണ് എന്നതാ. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ ശുദ്ധീകരിക്കാനാ അള്ളാഹ് പറഞ്ഞതാ, സംസ്കരിക്കാനാ. സംസ്കരണം സാധ്യമാവണമെങ്കിൽ നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം അത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ അടുക്കലേക്ക് എത്തുമ്പോഴേ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്ന. നമുക്കിങ്ങനെ സമ്പത്ത് വരുമ്പോ, അതിങ്ങനെ വർഷം തികയുമ്പോ അതിന് നിസാബെത്തിയാൽ നമ്മളിങ്ങനെ ചീത്തയായിക്കൊണ്ടിരിക്കുന്ന, മലിനമാകുന്നു എന്നർത്ഥം. നമ്മൾ മലിനത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തിന്റെ ഒരു വിഹിതം ഇവിടുത്തെ പാവപ്പെട്ടവന് അവകാശിക്ക് കിട്ടണം. അതാ ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരിൽ നിന്ന് സകാത്ത് സ്വീകരിക്കണേ. അല്ലാഹ് പറയാ നബിയോട്, വാങ്ങിക്കൊള്ളണം. തുതഹിറുഹും വതുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും. സംസ്കരണം സാധ്യമാവണോ? സകാത്ത് കൊടുക്കണം എന്നതാ. സകാത്ത് കൊടുക്കണം. എന്താ കൊടുക്കാൻ കഴിയാത്തത്? ഇല്ലാഞ്ഞിട്ടാ? അല്ല, പിന്നെയോ പിശുക്ക് കൊണ്ട് മാത്രമാണ് സകാത്ത് പലരും കൊടുക്കാത്തത്. അല്ലാതെ ഇല്ലാഞ്ഞിട്ടല്ല, ഇല്ല എന്ന് അറിയാത്തത് കൊണ്ടുമല്ല, ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ടുമല്ല. പിന്നെയോ മനസ്സിന്റെ പിശുക്ക്.
വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. അല്ലാഹ് പറയാ, അള്ളാന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് പടച്ചോനെ ഞാൻ കൊടുക്കേണ്ടവനാണല്ലോ അല്ലേ. ചോദ്യം കേട്ട് ചില സംശയം ചോദിക്കും. സക്കാത്തിന്റെ സംശയം തീരൂല ഒരിക്കലും. കാരണം എന്താ? അത് കൊടുക്കാനുള്ളതാ. സക്കാത്ത് വാങ്ങുന്ന ആരെങ്കിലും ഇന്നുവരെ സംശയം ചോദിച്ചോ, ഞാൻ സക്കാത്ത് വാങ്ങേണ്ടവനാണോ, ഞാൻ എന്നും തൊഴിലിന് പോലുണ്ട്, അങ്ങനത്തെ ഒരാൾ സക്കാത്ത് വാങ്ങാൻ പറ്റുമോ എന്നാരെങ്കിലും ഇന്നുവരെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ചിലരെന്താ ചോദിക്കുക, ഞാൻ എത്രയാ കൊടുക്കേണ്ടത് എന്ന്. അത് സംസ്കരിക്കപ്പെട്ട മനസ്സാ. എന്നാ ചിലര് ചോദിക്കും ഞാൻ കൊടുക്കേണ്ടതുണ്ടോന്ന്. അത് ആ ഉള്ളിക്കാണ്ട് തട്ടാത്തോണ്ടാ. ആ രണ്ട് ചോദ്യം കേട്ടാ അറിയാം എന്തിനുള്ള വരവാന്ന്. കൊടുക്കാനാണോ കൊടുക്കാതിരിക്കാനാണോ എന്ന്. അള്ളാഹ് പറയാണ്, നിങ്ങൾ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണോ കൊടുക്കുന്നത്, എന്നാൽ നിങ്ങൾ ഇരട്ടി സമ്പാദിച്ചവരാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരു വചനമുണ്ട്, ഒരു ആയത്തുണ്ട് സൂറത്ത് അൽ ഇമ്രാൻ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വചന. എന്താ പറയുന്നതെന്ന് അറിയോ? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വ ഖൈറൻ ലഹും. വലാ യഹ്സബന്നല്ലദീന, വിചാരിക്കണ്ട. എന്ത് വിചാരിക്കണ്ടെന്ന്? അള്ളാഹുവിന്റെ ഫളിൽ നിന്ന്, ഔദാര്യത്തിൽ നിന്ന് കിട്ടിയിട്ട് അള്ളാഹ് അങ്ങനെ പറഞ്ഞേ, നിങ്ങൾ അധ്വാനിച്ച സമ്പത്തിൽ നിന്ന് നല്ലെന്ന് പറയണേ. അള്ളാഹ് മനഃപൂർവ്വ എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന്, ഫളിൽ നിന്ന് ഖൈറ് കിട്ടിയിട്ട് കൊടുക്കാതെ പിശുക്കി വെക്കുന്നവർ, അങ്ങനെ തന്നെ പറയാ, യബ്ഖുലൂന, പിശുക്കി വെക്കുന്നവർ, അവർ വിചാരിക്കണ്ട ഹുവ ഖൈറൻ ലഹും, അത് ഖൈറാണ് എന്ന്. ഖൈറിന്റെ അർത്ഥം പറയേണ്ടതില്ലല്ലോ, നമുക്കൊക്കെ മനസ്സിലാവും. എങ്ങനെ? പടച്ചോൻ എനിക്ക് തന്നിട്ടുണ്ട്, മാസത്തിൽ ഞാൻ വാങ്ങുന്നുണ്ട് ശമ്പളം, എനിക്ക് പറമ്പിൽ നിന്ന് ആദായം കിട്ടാനുണ്ട്, ഗൾഫിൽ നിന്ന് മക്കൾ അയച്ചു തരാനുണ്ട്, എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, എന്റെ ബിസിനസ്സിൽ എനിക്ക് ലാഭമുണ്ട്, ഇതെനിക്കറിയാം. പിന്നെ എന്റെ ചെലവൊക്കെ കഴിച്ചിട്ട് കൊടുക്കാനില്ല എന്നുള്ളതാണ്. അതാർക്കാ ഉണ്ടാവുക? ഇവിടുത്തെ വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ കടക്കാരാ. ഇന്ത്യയിലെ വലിയ വലിയ അല്ലെ ലോകത്തെ വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ കടക്കാരാണ്. ആവശ്യം കഴിച്ചിട്ട് ഇവർക്ക് ആർക്കും കൊടുക്കാനുണ്ടാവില്ല. പിന്നെയോ കൊടുക്കാനുണ്ടാവുന്നത് ആർക്കാന്നറിയോ? കൊടുക്കണം എന്ന് മനസ്സിന്റെ പിശുക്ക് ഒഴിവാക്കിയവൻ, അവന് തോന്നും ഞാൻ കൊടുക്കേണ്ടവനാണ്. അത് പിശുക്ക, മനസ്സിന്റെ വെറും പിശുക്ക്, അല്ലാതെ വേറൊന്നുമല്ല. എന്ന് പറയാൻ അങ്ങനെ പിശുക്കി വെക്കുന്നത് ഹുവ ഖൈറൻ ലഹും, അത് ഖൈറാണ് എന്നവർ വിചാരിക്കണ്ട. വിശുദ്ധ ഖുർആനാ പറയുന്നത്. മാത്രല്ല ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് ഷർറാണ്. ഷർറ് എന്താന്ന് നമ്മൾ അർത്ഥം പറയേണ്ടതില്ല, അതവർക്ക് ഷർറാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അത് മാത്രമല്ല, എന്നിട്ട് ഖുർആൻ പറയാ സയതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, പിശുക്കി വെച്ച സമ്പത്തുണ്ടല്ലോ, അത് ഇവിടുത്തെ അനന്തരാവകാശികളൊക്കെ വീതിച്ചെടുത്തങ്ങ് പോവും നമ്മൾ മരിച്ചാലേ. പക്ഷെ അള്ളാഹ് പറയാ നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കത് മാലയായി അണിയിക്കും. ഖുർആനായി പറയുന്നേ, ഹദീസും പണ്ഡിതന്മാരുടെ വാക്കൊന്നല്ല. വിശുദ്ധ ഖുർആൻ പറയാ നാളെ പരലോകത്ത് വരുമ്പോ ഇങ്ങനെ പിശുക്കി സമ്പാദിച്ച് കൊടുക്കാതെ മാറ്റിവെച്ച സമ്പത്ത് അള്ളാഹു നിങ്ങൾക്ക് മാലയായി അണിയിക്കും എന്ന്. അത് ലേശം ഗൗരവമുള്ള വർത്താനാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹ് നന്നായി അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാ ആ ആയത്ത് അല്ലാഹു ഒഴിവാക്കുന്നത്, അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് കൊടുക്കണോ വേണ്ടേ എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഷാക്കിർ വന്നിട്ടുണ്ട് അടുത്ത ക്ലാസ്സിനുള്ള. ഇൻഷാ അല്ലാഹ് ഷാക്കിറിന്റെ ക്ലാസ് ഉണ്ട്. ഏതായിരുന്നാലും സക്കാത്ത് കൊടുക്കാനുള്ളതാ. അതുകൊണ്ടാ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ആ പദത്തിന്റെ അർത്ഥം തന്നെ സംസ്കരണം എന്നാ. അതുണ്ടാവണമെങ്കിൽ കൊടുക്കുക തന്നെ വേണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്വർണത്തിന്റെ സക്കാത്ത്. സ്വർണവും വെള്ളിയും. അതിനിപ്പോ ആരെടുത്താ സ്വർണം വെള്ളി എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ആലോചിക്കുന്നത് അല്ലേ? വീട്ടിൽ എത്ര ഉണ്ടാവും? അതിങ്ങനെ ഭാഗിച്ച് നൽകിയതായിരിക്കും. ഭാര്യന്റെ അടുത്ത് 5 ഉള്ളൂ, അപ്പൊ 10 തികയൂല. അങ്ങനെയാണ് ഇപ്പൊ കണക്കൂട്ടല്. പിന്നെ മക്കളടുത്ത് വേറെ 5 ഉണ്ട്, വേറെ മോളെടുത്ത് 5 ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി കൂട്ടുമ്പോ ഒരു 10, 20, 25 പവനൊക്കെ വീട്ടിലുണ്ടാവും. പക്ഷെ അതിന് സക്കാത്ത് കൊടുക്കാറുണ്ടോ? അതിന് കൊടുക്കേണ്ടതില്ലല്ലോ. നമ്മൾ 10 ഉണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ടതുള്ളൂ എന്നാ. പക്ഷേ ഈ മുഴുവൻ സ്വർണത്തിന്റെയും ഉത്തരവാദിത്വം ആരുടെ പേരിലാ? അയാൾ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അത്രേ ഉള്ളൂ. ഉണ്ടോ? 10 അല്ല, 590 ഗ്രാം വെള്ളിക്ക് സമാനമായതുണ്ടെങ്കിൽ കൊടുക്കണം എന്നാ പുതിയ പഠനങ്ങൾ പറയുന്നത്. ഇനി 10 നമ്മൾ സമ്മതിക്കുക, എല്ലാവർക്കും തർക്കമില്ലല്ലോ. 10 പവനുമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നാ. 2.5%. കല്യാണം കഴിക്കുമ്പോ കിട്ടാറില്ലേ ഒരു പെണ്ണിന് 20, 30, 40, 50, 100 പവൻ കൊടുക്കാറുണ്ടോ സക്കാത്ത് നമ്മുടെ നാട്ടില്? ആലോചിക്കേണ്ടതല്ലേ. കിട്ടിയ സ്വർണത്തിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? സഹോദരന്മാരെ ആലോചിക്കണം.
അപ്പൊ പറയാം അത് വാപ്പന്റെ ഉടമസ്ഥയിലാ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉടമസ്ഥയിലാ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. പക്ഷെ ആരുടെ ഉടമസ്ഥയിലാന്ന് നാളെ പരലോകത്തിലും പറയും. അവര് കൊടുക്കണം, ആരുടെ ഉടമസ്ഥയിലായാലും. അതിങ്ങനെ വിശ്രമിക്കാം. വീട്ടിലെ അലമാരയിൽ അല്ലെങ്കിൽ ബാങ്ക് ലോക്കറിൽ വിശ്രമിക്കുന്ന 20, 30, 40, 50, 100 പവൻ അല്ലേ, അതിങ്ങനെ സമ്പാദ്യമായിട്ട് നമ്മൾ കണക്കാക്കല്ലേ. അതങ്ങനെ നാളേക്കുള്ള ഒരു സമ്പാദ്യമായിട്ടാ. അതങ്ങനെ തീർക്കാനൊന്നും പറ്റൂലട്ടോ. അതങ്ങനെ കൊടുക്കാനുള്ളതല്ല. അത് വാപ്പനോട് ചോദിക്കണം, വല്യാപ്പനോട് ചോദിക്കണം അല്ലേ. എന്നാ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ, സകാത്ത് കൊടുക്കാതെ, 10 പവനിൽ കൂടുതൽ ഉണ്ടായിട്ട് അതിന്റെ 2.5% സകാത്ത് കൊടുക്കാതെ ബാങ്ക് ലോക്കറിൽ അല്ലെങ്കിൽ വീട്ടിലെ അലമാരയിൽ അതിങ്ങനെ നിക്ഷേപമാക്കി വെക്കുന്നവർ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. ഖുർആൻ എത്ര സുന്ദരമായിട്ടാ പറഞ്ഞതെന്നറിയോ? ഫബശ്ശിർഹും, അവരോട് സന്തോഷ വാർത്തയായിട്ട് പറഞ്ഞോളൂ. അവരോട് ദുഃഖവാർത്തയായിട്ട് പറയണോ? നല്ല ഖുർആൻ പറയുന്നേ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ വരാനുണ്ട് എന്ന് അവരോടൊരു സന്തോഷ വാർത്തയായിട്ട് തന്നെ പറഞ്ഞോളൂ എന്നാ. അങ്ങനെ ഖുർആൻ പറയാം. എന്നിട്ട് തുടർന്ന് പറയാ യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ. ഇങ്ങനെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ച സ്വർണ്ണല്ലേ, വീട്ടിലൊക്കെ സക്കാത്ത് കൊടുക്കാതെ ചില ആളുകൾ അവസാനം വിറ്റിട്ട് ഹജ്ജിന് പോകും. ഹജ്ജ് സ്വീകരിക്കുക എന്നുള്ളത് വേറെ ആലോചിക്കേണ്ട വിഷയ. സക്കാത്ത് കൊടുക്കാതെ കൊല്ലങ്ങളോളം സൂക്ഷിച്ചു വെച്ച സ്വർണം വിറ്റിട്ട് ഹജ്ജിന് പോകുന്നവർ നമ്മുടെ നാട്ടിലുള്ളതാ. അങ്ങനെ നിക്ഷേപമാക്കി വെക്കുന്നവരുണ്ടല്ലോ. ഖുർആൻ പറയാ യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. ഖിയാമത്ത് നാളിലെ ആ ആഭരണങ്ങളെല്ലാം ഉരുക്കിയെടുത്തിട്ട്, നരകത്തീയിലിട്ട് ഉരുക്കിയെടുത്തിട്ട്, ഫതുഖ്വാ ബിഹാ ജിബാഹുഹും, അവരുടെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ ചൂടുവെക്കും. അതിന്റെ അവകാശി ആരാണ്? അവകാശിക്ക്. വജുനൂബുഹും, അവരുടെ പാർശ്വങ്ങളിൽ, വമുഹൂറുഹും, അവരുടെ പുറത്ത് എന്ന് പറഞ്ഞ ശരീരമാസകലം അതുകൊണ്ട് ചൂടുവെക്കും എന്ന് വിശുദ്ധ ഖുർആനായി പറയുന്നത്. ഹാദാമാക്കനസ്തും ലിഅൻഫുസിക്കും. എന്നിട്ട് അള്ളാഹു പറയാ ഇത് നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചതാ. നമ്മളിവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച സ്വർണ്ണല്ലേ സക്കാത്ത് കൊടുക്കാതെ, അതാ ഇത് എന്ന് അള്ളാഹു പറയും. നാളെ ഇത് വെക്കുമ്പോ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ ഗൗരവം? എന്നിട്ട് അള്ളാഹു പറയാണ് ആദാമാക്കനസ്തും ലിഅൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ചു വെച്ചതാ ഇത്. അതുകൊണ്ട് ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങള് സമ്പാദിച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾ ആസ്വദിച്ചോളൂ എന്ന്. നല്ല ആസ്വാദനാണല്ലേ. അള്ളാഹു പറയാ നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾ ആസ്വദിച്ചോളൂ എന്ന്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരാ തീരുമാനിക്കണ്ടേ ഞാൻ കൊടുക്കേണ്ടവനാണോ എന്ന്. സ്ത്രീകൾക്കും വരുമാനല്ലേ, എത്ര കൊടുത്താലും കുറഞ്ഞു പോവില്ല. ബേജാറാ, പേടി, കൊടുത്താൽ കുറഞ്ഞു പോകുന്നു. മക്കളുടെ വിദ്യാഭ്യാസം അല്ലേ, അങ്ങനെ തുടങ്ങി പലതും. വയസ്സാവും പിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറും തോന്നല. പൈസ ഉണ്ടെങ്കിലും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അതൊക്കെ പടച്ചോൻ തീരുമാനിക്കണം. പടച്ചോന്റെ ഒരു ഇതാണത്, തീരുമാനമാണത്. അതിനല്ലാനോട് പ്രാർത്ഥിക്കുക. സകാത്ത് കൊടുക്കാതെ സമ്പാദിച്ചു വെക്കുന്നതിൽ ഒന്നിലും വളർച്ചയുണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വളരൂല. സകാത്ത് കൊടുക്കുന്നതിനെ വളർച്ചയുണ്ടാവൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടിയ അനുഗ്രഹത്തിന് ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? ആരാ ഇബ്രാഹിം നബി? നമ്മളൊക്കെ ഇപ്പൊ ഒരുപാട് സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നില്ലേ? വീടും കാറും സ്വസ്ഥമായിട്ട് ഉറങ്ങാനും ഒക്കെ പറ്റുന്നില്ലേ നമുക്ക് അല്ലേ? നമ്മളിപ്പൊ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ 1% കിട്ടിയിട്ടുണ്ടോ ഇബ്രാഹിം നബിക്ക്? ഉണ്ടോ? നിങ്ങൾ പറയും, നിങ്ങൾ തോന്നുന്നുണ്ടോ? നമ്മളിപ്പൊ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ 1% അനുഭവിച്ചിട്ടുണ്ടോ ഇബ്രാഹിം നബി? ഇല്ല. എന്നാൽ ഇബ്രാഹിം നബി അനുഭവിച്ച പരീക്ഷണത്തിന്റെ 1% അനുഭവിച്ചിട്ടുണ്ടോ നമ്മള്? ഇല്ല. ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറയാണ് ഷാക്കിറൻ ലി അൻഉമിഹി, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച മനുഷ്യനായ ഇബ്രാഹിം. നമ്മളെ പറ്റി എന്തു പറയും അള്ളാഹ്? എന്നിട്ട് നമ്മളൊക്കെ സ്വർഗത്തിൽ പോകാൻ റെഡിയായി ഇങ്ങനെ നിൽക്കുക. സ്വർണവും പൈസയൊക്കെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് സക്കാത്ത് കൊടുക്കാതെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ആരെങ്കിലും പിരിവിനും ഇതിനും വരുമ്പോ കൊടുക്കാൻ കഴിയാതെ ന്യായം പറഞ്ഞ് ഓനെ ചോദ്യം ചെയ്ത് അല്ലേ? അങ്ങനെയാ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട്
പഠിക്കുക, സക്കാത്തിനെ കുറിച്ച് പഠിക്കുക. അതിനു മുമ്പ് ഞാൻ കൊടുക്കേണ്ടവനാണോ എന്ന ബോധത്തിലേക്ക് ആദ്യം വരണം. എന്നിട്ട് പഠിച്ചാൽ മതി എത്ര കൊടുക്കണം എന്നുള്ളത്. ആദ്യം ഞാൻ കൊടുക്കേണ്ടവനാണോ, ആ ബോധത്തിലേക്ക് എത്തേണ്ടത്. ഇപ്പൊ ഇതുവരെ കേട്ട ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വയം ചിന്തിക്ക്, ഞാൻ കൊടുക്കേണ്ടവനാണോ എന്ന്. ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ മജ്‌ലിസുൽ ഖുർആൻ ഒരുപാട് വർഷമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. എല്ലാ ശനിയാഴ്ച ഇവിടെ ക്ലാസ് ഉണ്ട്. ഏത് ജോലിക്ക് പോകുന്ന ആൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ 7 മണി മുതൽ 8:30 വരെയാണ്. അത് കഴിഞ്ഞ് ജോലിക്ക് പോകാം. ഒരു പരിധി വരെ അടുത്തുള്ള ആളുകൾക്കൊക്കെ വരാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണം. ഇൽമിന്റെ സദസ്സ, അതിനൊരു അനുഗ്രഹം ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മൾ സഹീഹ് ബുഖാരിയിലൊക്കെ അതിന്റെ എത്രയോ ശ്രേഷ്ഠതകൾ നമ്മൾ പഠിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഹദീസ് ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗത്ഭരായ ആളുകളുടെ ക്ലാസ്സുകളുണ്ട്. നൗഷാദ് കാക്കവലിന്റെ ഖുർആൻ ക്ലാസ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും നടക്കുന്നുണ്ട്. അതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ സാന്നിധ്യമാണ് എല്ലാവരും. അതുപോലെ കുടുംബസമേതം വരാൻ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ. ഇത് വലിയ ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ മക്കൾ, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എന്താ കാരണം? മക്കൾ കേടുവന്ന് പോണതിന് വിലപിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സിന് മക്കളെ കൊണ്ടുവരലുണ്ടോ? മക്കൾ വരാറുണ്ടോ? ടീനേജിലൊക്കെ ഉള്ള ആളുകൾ എത്ര ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ? ഈ ക്ലാസ്സിന് വരുന്നവർ യുവാക്കൾ എത്ര ഉണ്ട്? വൃദ്ധന്മാരാണ് അധികവും. എന്നിട്ട് നമ്മളെ മക്കൾ വഴിവെച്ച് പോയി എന്ന് പറഞ്ഞാൽ നല്ലത് കേൾക്കണ്ടേ, എന്നാലല്ലേ നന്നാവൂ. അതുകൊണ്ട് എല്ലാ ആഴ്ചയിലുണ്ട്, എല്ലാവരും സഹകരിക്കുക. അതുപോലെ തന്നെ നല്ല ചെലവുണ്ട്. അതുകൊണ്ട് ബഷീർ തങ്ങളെടുത്ത് വരും ഒരു ബക്കറ്റായിട്ട്. എല്ലാവരും കഴിവിന്റെ പരമാവധി അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇത് നിലനിൽക്കണം. നിങ്ങൾക്കറിയാലോ, സമ്പത്തില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. ഖുർആൻ പറഞ്ഞത് ഖിയാം എന്ന സമ്പത്തിന് നിലനിൽപ്പ്, നിങ്ങളുടെ നിലനിൽപ്പ് അങ്ങനെ തന്നെയാണ്. ഏതൊരു കാര്യം ദുനിയാവിൽ നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ്. ഇതിന് ഒരുപാട് ചെലവുണ്ട്, ഒരുപാട് ചെലവുകൾ. ഇതിന്റെ വാടക, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചെലവുണ്ട് ദൈനംദിനം, എല്ലാ ആഴ്ചയിലും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തരുന്ന ഈ ഒരു സംഭാവനയാണ് ഇതിന്റെ മൂലധനം. അത് സ്വദഖത്തുൻ ജാരിയ. നിങ്ങൾ ഇവിടേക്ക് ഒരു സംഭാവന കൊടുത്തു, ഇവിടെ ക്ലാസ് ആ ക്ലാസ് കേട്ട് ഒരാൾ നന്നായി, അതിന്റെ ഒരു വിഹിതം നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഉറപ്പാ, അതിൽ യാതൊരു സംശയമില്ല. സ്വദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ അതാ നിലനിൽക്കുന്ന സ്വദഖ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകട്ടെ. ഒരുപാട് ആളുകളുണ്ട്, മമ്മൂട്ടി മാഷ പോലെ ഒരുപാട് ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ. പലരും രോഗത്തിലാണ്. അള്ളാഹു അവർക്ക് രോഗശമനം നൽകുകയും ആരോഗ്യം നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മെ സഹായിച്ചവർ, നമ്മോടൊപ്പം നിന്നവർ, ഒരുപാട് പണ്ഡിതന്മാർ അല്ലാത്ത ആളുകളൊക്കെ, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്ത് സ്വസ്ഥമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ശത്രുക്കളിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാവട്ടെ. ശത്രുക്കളിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാവട്ടെ. ലോകത്തിന്റെ പല ഭാഗത്തും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട്. അവർക്ക് അല്ലാഹു വിജയം നൽകുമാറാവട്ടെ. അല്ലാഹു അവരെ സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.